ഇന്ന് ഞാൻ നൈറ്റിലേക്ക് രാത്രിക്ക് ഫുഡ് കുറച്ച് പാസ്ത ഉണ്ടാക്കാൻ പോവാണ്. എനിക്ക് അറിയുന്ന പോലെ ഉണ്ടാക്കാൻ കേട്ടോ. അതിൽ ആദ്യം അടുപ്പ് കത്തിച്ചു, ഒരു പാൻ വെച്ചു. പാൻ വെച്ചിട്ട് കുറച്ച് വെണ്ണ ഇടുക. ഇത് സോൾട്ട് ഇല്ലാത്ത ഉപ്പില്ലാത്ത വെണ്ണയാണ്. അപ്പോൾ അതിട്ടതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഇത് കരിയാത്ത വിധത്തിലൊന്ന്. എല്ലാവർക്കും അറിയാം, ഉപ്പല്ല എല്ലാവരും ഉണ്ടാക്കുന്നതാണ് പാസ്തയൊക്കെ. എന്നാലും നമുക്കറിയുന്ന പോലെ പണ്ട് വെളിയിലുള്ള പുറത്തുള്ള ആൾക്കാരൊക്കെ അമേരിക്കക്കാരൊക്കെ കഴിച്ചിരുന്ന പാസ്തയൊക്കെ അതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിക്കാൻ പോവുകയാണ്. ഇതൊന്ന് സോട്ടായതിന് ശേഷം കുറച്ച് ഇതിനകത്തോട്ട് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. നല്ലോണം ചൂടായതിന് ശേഷം വെളുത്തുള്ളി നല്ലപോലെ ചൂടായതിനു ശേഷം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പാല്, സാധാരണ നമ്മുടെ ചായക്കൊക്കെ യൂസ് ചെയ്യുന്ന പാല്, അതിട്ടിട്ട് നല്ലപോലെ ഇളക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ സോസ്. ഞാൻ കുറച്ച് വേറെ നമ്മളുടെ വെണ്ണയ്ക്കകത്ത് ടൊമാറ്റോയും വെളുത്തുള്ളിയും കുറച്ച് 2-3 ഉള്ളിയും കൂടി നമ്മൾ സോട്ട് ചെയ്തിട്ടൊന്ന് ഒരു പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുറുകി വരട്ടെ പാല്. ചില ആൾക്കാർ മൈദ യൂസ് ചെയ്യും. മൈദ യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചൊരു, കാരണം നമ്മുടെ പാസ്തയും കുറച്ച് മൈദയിലുള്ളതല്ല, അത് കാരണം മൈദ ഇട്ടില്ല. ഞാൻ കുറച്ച് കോൺഫ്ലവർ ഇട്ട്. കോൺഫ്ലവർ ഇട്ടതിന് ശേഷം ഒന്ന് സോട്ടാവത്തത് കണ്ടോ. കുറുകി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഈ പേസ്റ്റ്, ടൊമാറ്റോ, വെളുത്തുള്ളി, ഉള്ളി ഒക്കെ കൂടെ വെണ്ണയിൽ വേവിച്ചിട്ട് സോട്ട് ചെയ്തിട്ടൊന്ന് മാഷ് ചെയ്ത് വെച്ചതാണ് ഞാനത്. ഇതും കൂടി ഇട്ടിട്ട് നമ്മളുടെ ഇതൊന്ന് കുറച്ച് നല്ലപോലെ കുറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പാലൊഴിച്ചു കൊടുക്കാം അതിനകത്ത്. പിന്നെ നമ്മൾ നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, ഒരു കുഴപ്പമില്ല. അതിനകത്ത് പിന്നെ കുറച്ച് ഒറിഗാനോ പാസ്തയിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒറിഗാനോ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്ക് കൊടുക്കണം. എപ്പോഴെങ്കിലൊക്കെ രാത്രി നമ്മൾ വ്യത്യാസമായിട്ട് ഉണ്ടാക്കാനൊക്കെ പറ്റിയതാണിത്. കുറച്ച് ചില്ലി ഫ്ലേക്ക് ഇടണം. അല്ലാതെ കുറുകയാണെങ്കിൽ നമുക്ക് പാല് കുറച്ചും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം പാസ്ത ഇടുമ്പോൾ അല്ലാതെ ടൈറ്റ് ആവും അല്ലെങ്കിൽ അത്. കുറച്ച് ചില്ലി ഫ്ലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കുരുമുളക് വേണമെങ്കിൽ കുരുമുളക് ഇടാതെ കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ കുറുകി പോയപ്പോൾ കുറച്ചും കൂടി പാലൊഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്ത ഇടുന്ന സമയത്ത് ശർക്കര കുരുമുളക് ആ ടേസ്റ്റിന് സ്വന്തം ഇടാവുക. ചില്ലിയിലേക്ക് ശകലം കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലേക്ക് ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് പാസ്ത മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ പാസ്ത ബോയിൽ ചെയ്തിട്ട് വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചതാണ്. നമുക്കത് പാസ്ത ഇതിലോട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ആവി കയറിയാൽ മതി, കാരണം ഓൾറെഡി വെന്തതാണിത് പാസ്ത. റെഡ് സോസ് വേണമെങ്കിൽ കഴിക്കാം, നമ്മൾ ടൊമാറ്റോ സോസ് വേണമെങ്കിൽ കഴിക്കുന്ന സമയത്ത് ഇട്ട് കഴിക്കാം. ചിലവർക്ക് നല്ലതായിരിക്കും, ചിലവർക്ക് ആ മധുരം ഒക്കെ ആകുമ്പോൾ കണ്ടോ. ഇതൊന്ന് നല്ലപോലെ ചൂടായിട്ട് ഒന്ന്
കഴിക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ പാസ്തയാണ്, എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ഒറിഗാനോൻ്റെ സ്മെല്ല് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിടാം, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. നമ്മളിതിൽ ചീസിൻ്റെ ഒരു ഷീറ്റ് മതിയേ, കാരണം ഇത് വീറ്റിൻ്റെ പാസ്തയാണ്. നമ്മൾ വീറ്റ് പറഞ്ഞ മീൻസ് ഗോതമ്പിൻ്റെ, കാരണം ഇതാകുമ്പോൾ ഹെൽത്തിയാണ്. മൈദയാകുമ്പോൾ നമുക്ക് ശരീരത്തിന് കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ, അത് കാരണം ഒരു ഷീറ്റ് ഇട്ടാൽ മതി ചീസ്, കാരണം അതിൽ പാലും വെണ്ണയൊക്കെ കൂടുതലുള്ളതാണ്. അത് കാരണം ഇത് വല്ലാതെ ടൈറ്റായി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് കുറച്ച് പാല് മിക്സ് ചെയ്താൽ മതി, ചൂടുള്ള പാല്. തണുത്ത പാലാകുമ്പോൾ പിന്നെയും കട്ടിയാവും. ഓക്കെ, അങ്ങനെ നമ്മുടെ പാസ്ത റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ പാസ്ത. നല്ല വെറൈറ്റി ഫുഡാണ്, നമുക്ക് കൂടുതൽ മടുപ്പൊന്നും തോന്നില്ല. കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക, കാരണം നമ്മളതിൽ കുറച്ച് സോൾട്ടിൻ്റെ കുറവുണ്ട്, കാരണം നമ്മുടെ വെണ്ണയ്ക്ക് അത് ഉപ്പില്ലാത്തതാണ്. ഓക്കെ, അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പാസ്ത, കാരണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. ഇത് വീറ്റിൻ്റെ പാസ്തയാണ്. അത് ഒന്നും കൂടി എടുത്തു പറയാൻ കാരണം നമ്മൾ മൈദയാകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര റെസ്ട്രിക്ഷനാണ് കഴിക്കുന്നതിന്. അതുകൊണ്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനലിനെ ലൈക്ക്, ഷെയർ, കമൻറ്റും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, കാരണം എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യം, അതുകൊണ്ടാണ്.